ഇന്ന് നമ്മൾ രണ്ടാം സ്ഥലവും മൂന്നാം സ്ഥലവും ധ്യാനിക്കുകയാണ്. രണ്ടാം സ്ഥലത്തിൽ യേശു മിശിഹ കുരിശു ചുമക്കുന്നു. മൂന്നാം സ്ഥലത്തിലാകട്ടെ യേശു മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഒരുപാട് കുരിശുകൾ ചുമക്കാറുണ്ട്. ഈ കുരിശിനെ ഞാൻ കടമകൾ എന്നാണ് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരപ്പച്ചൻ്റെ കുരിശ് അല്ലെങ്കിൽ ഒരു അപ്പച്ചൻ്റെ കടമ എന്ന് പറയുന്നത് തൻ്റെ കുടുംബത്തെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വളർത്തിക്കൊണ്ടുവരിക, തൻ്റെ കുടുംബത്തിൻ്റെ നെടുന്തൂണായിട്ട് മാറുക. ഒരമ്മച്ചിയുടെ കടമ എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക, തൻ്റെ വിശ്വാസത്തിൽ കുറച്ചും കൂടി ആഴപ്പെടുത്തുവാൻ തൻ്റെ കുടുംബത്തെ സഹായിക്കുക എന്നതാണ്. മക്കളുടെ മക്കളുടെ കുരിശ് അല്ലെങ്കിൽ മക്കളുടെ കടമ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞുകൊണ്ട് ജീവിക്കുക. ഈ കുരിശ് 3 പേര് താങ്ങിപ്പിടിച്ചാൽ മാത്രമേ നമുക്ക് മല കയറി കാൽവരിയിൽ എത്തിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കുരിശിനെ താങ്ങിപ്പിടിക്കുന്നവരെ പറയുന്നതാണ് കുടുംബമെന്ന്. ഈ കുടുംബത്തിലെ ഒരാൾ വഴിതെറ്റിക്കഴിഞ്ഞാൽ കുരിശിൻ്റെ ബാലൻസ് തെറ്റി നമ്മൾ ഭൂമിയിലോട്ട് വീഴും. പലപ്പോഴും ഈ ഒരു ബാലൻസ് തെറ്റാൻ കാരണം കുടുംബത്തിലെ ഒരാൾ ലോകത്തിന്റെ സുഖങ്ങളെ തേടി പോകുമ്പോഴാണ്. അതുകൊണ്ട് നമുക്കിനി ഈ ദിവസം ഈ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, സ്വർഗം നോക്കിക്കൊണ്ട് കുരിശു ചുമക്കാനുള്ള കൃപയ്ക്കായിട്ട്. അതോടൊപ്പം മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 24 വാക്യവും കൂടി നമുക്കിനി ദിവസം ധ്യാനിക്കാം. യേശു ശിഷ്യരോട് അരുൾ ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആമേൻ.